ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണ്ട. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണ്ട. യുവർ വീഡിയോ ഈസ് റെക്കോർഡിംഗ്. ഓക്കെ, സോ വി വിൽ പാസ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നോക്കുക. ദ റേഡിയസ് ഓഫ് എർത്ത് ഈസ് അബൌട്ട് 6400 കിലോമീറ്റർ. ഓക്കെ, വായിച്ചു നോക്കുക. The radius of Earth is about 6400 kilometer and that of Mars is 3200 kilometer. Okay, അപ്പോൾ ഭൂമിയുടെ റേഡിയസ് തന്നിട്ട് 6400 കിലോമീറ്റർ and radius of Mars is 3200 kilometer. The mass of Earth is 10 times mass of Mars. അപ്പോൾ ഭൂമിയുടെ ഭാരം മാർസിന്റെ ഭാരത്തേക്കാളും 10 ടൈംസ് കൂടുതലാണെന്ന് തന്നിട്ടുണ്ട്. An object weighing 200 Newton on the surface of Earth. എർത്തിന്റെ സർഫസിൽ ഒരു 200 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. വാട്ട് ഈസ് ഇറ്റ്സ് വെയിറ്റ് ഓൺ ദ സർഫസ് ഓഫ് മാർസ്? അതിന്റെ വെയിറ്റ് മാർസിന്റെ സർഫസിൽ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഐ വിൽ ഗിവ് 4 ഓപ്ഷൻസ് A, B, C, D. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ A is 20 Newton, B is 40 Newton, C is 80 Newton and D is none of the above. ചെയ്തോക്കിയേ. തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എഴുതാം. നിങ്ങൾക്ക് തന്നിട്ടുള്ളത് റേഡിയസ് ഓഫ് എർത്ത് തന്നിട്ടുണ്ട് 6400 കിലോമീറ്റർ. റേഡിയസ് ഓഫ് മാർസ് തന്നിട്ടുണ്ട് 3200 കിലോമീറ്റർ. ഓക്കെ, പിന്നെ തന്നിട്ടുള്ള എന്താ? മാസ് ഓഫ് എർത്ത് ഈസ് 10 ടൈംസ് ദാറ്റ് ഓഫ് മാസ് ഓഫ്, അല്ലെ? മാസിന്റെ മാസ് എർത്തിന്റെ മാസിനെക്കാളും 10 ടൈം കൂടുതലാണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇതിന്ന് വേറൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണെന്നറിയോ? റേഡിയസ് ഓഫ് എർത്ത് ഈസ് 2 ടൈംസ് എന്താ? റേഡിയസ് ഓഫ് മാർസ് ആണ്, അല്ലേ? അതും കൂടി നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? ഇനി എന്തെങ്കിലും ക്ലൂ വേണോ? ഇനി വേണമെങ്കിൽ ക്ലൂ തരാം. വി നോ ദാറ്റ് W വെയിറ്റ്, എന്താ വെയിറ്റ് എന്ന് പറയുന്നത് W ആണ്. W is equal to M into G ആണ്. അത് നമുക്ക് 200 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. ആരുടെ? സോൾവ് ചെയ്ത് നോക്കൂ. ഇത്രയും ക്ലൂ തന്നു. ആൻസർ ഏതാന്ന് പറ. ചെയ്ത് നോക്കാം. നമ്മുടെ സ്പീഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്ര സമയമൊന്നും ഓൺലൈൻ ക്ലാസ്സിൽ തരാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആകെ ഓർത്ത് വെക്കേണ്ട ഒരു ഇക്വേഷനേ ഉള്ളൂ. ഏതായിരുന്നു ആ ഇക്വേഷൻ? G is equal to എന്താ? G is equal to Gm by R square, അല്ലേ? This is the basic equation which you have to remember. Okay, അപ്പോൾ ഒന്നുമില്ല ഇതിലിപ്പോൾ എന്താ നമ്മൾ ചെയ്യുക? രണ്ടിൻ്റെയും കേസിൽ ഈ ഇക്വേഷനെ അങ്ങ് മാറ്റിയാൽ മതി, അല്ലേ? ചെയ്ത് നോക്കിയോ? ചെയ്യുന്നുണ്ടോ? സി എത്ര പേരാ സിയിൽ നിൽക്കുന്നേ? 2 പേർക്ക് കിട്ടി സി. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. സി ആണ് കറക്റ്റ് ആൻസർ. സൊല്യൂഷനിലേക്ക് പോവാം. Can we go to the solution? ഓക്കെ, സൊല്യൂഷനിലേക്ക് പോയിക്കൂടെ? ഓക്കെ, സോ വിൽ ഗോ ടു ദ സൊല്യൂഷൻ. ചെക്ക് ചെയ്തോളൂ. അപ്പൊ നമ്മളോട് ഇങ്ങനെ തന്നിട്ടുള്ളത്, ഇത് തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് എർത്ത് തന്നിട്ടുണ്ട്, റേഡിയസ് ഓഫ് മാസ് തന്നിട്ടുണ്ട്. അപ്പൊ 6400 ഇരട്ടിയാണ് 3200. അതുകൊണ്ട് റേഡിയസ് ഓഫ് എർത്ത് 2 ടൈംസ് റേഡിയസ് ഓഫ് മാർസ് എഴുതി. അതേപോലെ തന്നെ എർത്തിന്റെ വെയിറ്റ് മാസിന്റെ വെയിറ്റ് 10 ഇരട്ടിയാണ്. അപ്പൊ മാസിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എർത്തിന്റെ വെയിറ്റ് ബൈ 10 ആണ്. നമുക്കറിയാം G is equal to Gm by R square ആണ് എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാം? മാർസിന്റെ കേസിൽ എന്താ വരുക? മാർസിന്റെ ഇത് G ഡാഷ് എന്ന് എടുക്കാം. ഓക്കെ, ഇവിടെ G ഡാഷ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി ഓഫ് മാർസ് ആണ്. ഓക്കെ, മാർസ്. ഓക്കെ, അപ്പൊ G ഡാഷ് എന്ത് വരൂ? G ഡാഷ് എന്ന് പറഞ്ഞാൽ G ഇൻറ്റു M ഓഫ് മാർസ് ബൈ R ഓഫ് മാർസ് സ്ക്വയർ വരും, അല്ലെ? നമുക്ക് അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. G ഇൻറ്റു M ഓഫ് മാർസ്. മാർസിന്റെ മാസ് എത്രയായിരുന്നു തന്നത്? M ഓഫ് മാർസ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് എർത്ത് ബൈ 10 ആണ്. മാസ് ഓഫ് എർത്ത് ബൈ 10 ആണ്, അല്ലെ? ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് മാസ്. റേഡിയസ് ഓഫ് മാർസ് RM എത്രയാ വരുക? റേഡിയസ് ഓഫ് എർത്ത് ബൈ ഈ രണ്ട് താഴോട്ട്, അല്ലെ? റേഡിയസ് ഓഫ് എർത്ത് ബൈ 2 ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. ഓക്കെ അല്ലേ? അതായത് നമുക്കത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? G ഡാഷ് ഇസ് ഈക്വൽ ടു ഈ 2 4ആയി, ആ 4 മുകളിൽ പോയി, ഈ 10 താഴെ വന്നു, അല്ലെ? അപ്പൊ G ഡാഷ് ഇസ് ഈക്വൽ ടു G ഇൻറ്റു എന്ത് വരും? മാസ് ഓഫ് എർത്ത് ബൈ റേഡിയസ് ഓഫ് എർത്ത്, അല്ലെ? സ്ക്വയർ ഇൻറ്റു ഈ 2 മുകളിൽ പോയി 4 ബൈ എന്ത് വരൂ? 10 വരും.
അല്ലേ? ഓക്കെ, സോ 4/10 അല്ലെങ്കിൽ നമുക്ക് 2/5 എന്നും എഴുതാം. ഓക്കെ, സോ ഇത് 2/5 വരും. അതായത് ജി ഡാഷ് എന്ന സംഭവം, ജി ഡാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എർത്തിന്റെ GM/R², അല്ലെ? GM/R², എർത്തിന്റെ G ഇൻറ്റു 2/5 ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, ഇത്ര വരെ മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ, സോ ഇനി നമുക്ക് W എന്താണെന്ന് അറിയാം. വെയിറ്റ് എന്തായിരുന്നു? W സമം M ഇൻറ്റു G ആണ്. ഓക്കെ, ഇവിടെ ആദ്യത്തെ കേസിൽ G എന്ന മാസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എർത്ത് ആയിട്ട് എടുത്തോ. ഓക്കെ, അപ്പൊ നമുക്കത് വേണ്ടിക്കിൽ എന്നാ ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്തായിരുന്നു? ഇത് മാർസിന്റെ വെയിറ്റ് ഇതാണ് അല്ലെ? വെയിറ്റ് അറ്റ് മാസ്, വെയിറ്റ് അറ്റ് മാർസ് ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഓക്കെ, മാസ്. അപ്പൊ WM എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഇൻറ്റു വെയിറ്റ് എന്ന് പറഞ്ഞാൽ mg ആണ്. അപ്പൊ WM = M ഇൻറ്റു GM ആണ് അല്ലെ? നമുക്ക് ഇതിന് എന്ത് എഴുതാം? WM സമം M ഇൻറ്റു GM, മാർസിന്റെ G അല്ലെ? GM എന്ന് പറഞ്ഞാൽ ഇവിടെ G ഡാഷാണ് ഞാൻ എടുത്തത് അല്ലെ? അല്ലെ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാറ്റുന്നത് G ഡാഷ് തന്നെ ആക്കാം. ഓക്കെ, സോ ദിസ് ഈസ് G ഡാഷ്. അപ്പോ ഇതാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് G ഡാഷ് എന്താണെന്ന് അറിയാം. G ഇൻറ്റു 2/5 ആണ് നമുക്കറിയാം അല്ലെ? അപ്പൊ WM എത്ര വരും? സമം mg ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 200 ന്യൂട്ടൺ. 200 ഇൻറ്റു 2/5 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ഓഫ് അറ്റ് മാസ് വിൽ ബി ഈക്വൽ ടു എത്ര വരും? ഏകദേശം 5 40 ഇൻറ്റു 2 സമം 80 ന്യൂട്ടൺ വരും. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതാം. സൊല്യൂഷൻ എഴുതിയെടുത്തോ? സൊല്യൂഷൻ എഴുതിയെടുക്കാൻ ടൈം വേണമെന്ന് പറയാം. സൊല്യൂഷൻ എഴുതിയെടുത്തോളൂ. കാരണം റെക്കോർഡിംഗിൽ റെക്കോർഡിംഗ് അവൈലബിൾ ആയിരിക്കും. പ്ലീസ് യു മേ നോട്ട് ഡൗൺ ദ സൊല്യൂഷൻ. നോട്ട് ചെയ്തോ? നോട്ട് ചെയ്തെങ്കിൽ റെഡി എന്ന് പറയാം, പിന്നെ ഓക്കെ എന്ന് പറയാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Can we go to the next question? സ്ലോ എല്ലാവർക്കും ഇതേപോലെ സ്പീഡിൽ കിട്ടണമെന്നില്ലല്ലോ. ചില ആൾ ഇപ്പോൾ എഴുതുന്നുണ്ടാവും. മനസ്സിലായിട്ടില്ലേ? ചെയ്യുന്ന മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? ഓക്കെ, സോ ഐ എം പാസിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. അടുത്ത ചോദ്യം, ഓക്കെ, ദ മാസ് ഓഫ് മാർസ് ഈസ് 1/8 times that of Earth and radius is half that of Earth. What is the ratio of acceleration due to gravity on Earth to that of Mars? അതായത് acceleration due to gravity of Earth to that of Mars. അതാണ് ചോദിച്ചിരിക്കുന്നത്. G Earth by acceleration due to gravity എർത്തിലെ G Earth എടുത്തോ, മാസിന്റെ GM എടുത്തോ. ഇത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, തന്ന സിറ്റുവേഷൻ ഏതാ? നമുക്ക് തന്നിട്ടുണ്ട് മാസ് ഓഫ് മാർസ് ഈസ് 1/8 times മാസ് ഓഫ് എർത്ത് തന്നിട്ടുണ്ട്. രണ്ടാമത് തന്നിട്ടുള്ളത് റേഡിയസ് ഓഫ് മാർസ് ഈസ് ഈക്വൽ ടു ഹാഫ് ദാറ്റ് ഓഫ് എർത്ത്. അതായത് എന്താ? പിന്നെ റേഡിയസ് ഓഫ് എർത്ത് ബൈ 2 തന്നിട്ടുണ്ട്. ഓക്കെ, സോ യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ റേഷ്യോസ്. ഐ വിൽ ഗിവ് ദ ഓപ്ഷൻസ് A, B, C, D. 4 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ 2:1, 1:2, 4:1, 1:4. 4 ഓപ്ഷൻസ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ബി മാത്രമേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഡി ഒന്നും വരില്ലേ? ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലെ? അപ്പോ എർത്തിന്റെ മാസ് 1/8 times ദാറ്റ് ഓഫ് മാസിന്റെ മാസ് 1/8 തവണ എർത്തിന്റെ മാസിന്റെ റേഡിയസ് ഹാഫ് ഓഫ് റേഡിയസ് ഓഫ് എർത്ത് ആണെന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് നമ്മളെ നേരത്തെ ഇക്വേഷൻ തന്നെ എഴുതാം. ഗ്രാവിറ്റി GE/GM അല്ല നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. GE/GM എന്താ? G എന്ന് പറഞ്ഞാൽ G ഇൻറ്റു മാസ് ഓഫ് എർത്ത് ബൈ റേഡിയസ് ഓഫ് എർത്ത് ദ ഹോൾ സ്ക്വയർ. ഓക്കെ, മാർസിന്റെ കേസിൽ G ഇൻറ്റു മാസ് ഓഫ് മാസ് ബൈ റേഡിയസ് ഓഫ് മാസ് ദി ഹോൾ സ്ക്വയർ അല്ലെ? ഇത് ഇനി ഒന്നും കൂടി നമുക്ക് ചെറുതാക്കി വെക്കാം. എന്ത് വരും? നമുക്കിത് ചെറുതാക്കുമ്പോൾ നമുക്ക് ഈ ജിയും അല്ലെ എവിടെ പോയി? ഇയാളും പോയി, ഈ ജിയും പോയി. ഓക്കെ,
Okay, so you will be getting GE by GM is equal to ഒന്നും കൂടി സിമ്പിൾ ആക്കി കഴിഞ്ഞാൽ ME by MM into എന്ത് വരും RM square by RE square അല്ലെ. ഇയാള് ഈ ഡിനോമിനേറ്റർ മുകളിലേക്ക് പോകും അല്ലെ, ഇയാള് താഴെ പോകും RM square by RE square. എന്നിട്ട് നമുക്ക് നമ്മളെ സിറ്റുവേഷൻ ഇട്ട് കൊടുക്കാം. നമുക്ക് എന്തായിരുന്നു തന്നത്, നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് GE by GM is equal to mass of earth by mass of moon അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് mass of earth തന്നെ എടുക്കാം. by mm പകരം നമുക്ക് എന്ത് ചെയ്താം, ME by 8 ഇട്ട് കൊടുക്കാം. ഓക്കെ, അതേപോലെ ഇൻറ്റു RM പകരം നമുക്ക് എന്ത് ചെയ്താം, RE by 2 the whole square ഇട്ട് കൊടുക്കാം. ഇവിടെ RE സ്ക്വയർ വരും. ഓക്കെ അല്ലേ, RE സ്ക്വയർ. അപ്പോൾ ഇതെല്ലാം കൂടി വെട്ടിപ്പോന്നു. നമുക്ക് എന്ത് വരും, 8 മുകളിൽ പോയി അല്ലേ, ഈ 2 താഴെ വന്നു. അപ്പോ മൊത്തത്തില് 8/2 വരും അല്ലെ. റേഷ്യോ വിൽ ബി 2:1. ആണോ, 1:2 ആണോ 2:1 ആണോ? GE by GM അല്ല ചോദിച്ചത്. GE by GM. ഇവിടെ ഈ MEയും ഈ MEയും വെട്ടിപ്പോയി, ഈ 8 മുകളിലേക്ക് വന്നു. ഓക്കെ, ഇവിടെ RE square by 4 താഴെ വന്നു. അപ്പൊ 8/4 എത്ര വരും, 2/1. 2:1. A ആണോ B ആണോ? എത്ര പേര് തെറ്റിച്ചു? ഏതാ ഓപ്ഷൻ വരിക? A ആണ്. എങ്ങനെ തെറ്റിയെന്ന് മനസ്സിലായോ? യെസ്. ഓക്കെ, സോ അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മളപ്പോ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അത് മാറിപ്പോകരുത്. മനസ്സിലായോ? ഇത് എക്സ്പ്ലെയിൻ ചെയ്ത മനസ്സിലായോ? എക്സ്പ്ലനേഷൻ മനസ്സിലായാലേ ഞാൻ ഒന്നുകൂടി പറയാം. എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ചില കുട്ടികൾക്ക് ചിലപ്പോൾ കുറച്ച് ടൈം കത്താനെടുത്തെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങളത് മുമ്പത്തെ ക്ലാസ്സിൽ റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഈ ക്ലാസ് ആദ്യം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി അങ്ങനെയാണെങ്കിൽ ആ ഗ്രൂപ്പ് കയറുക, ബാക്കിലേക്ക് പോവുക, ആ വീഡിയോ ഒന്ന് കൊടുക്കണം കേട്ടോ. എന്തായാലും ഒരു ക്ലാസ് കഴിഞ്ഞാൽ ആടെ വിടരുത് ദയവേത്. നിങ്ങൾ ആ വീഡിയോ റെക്കോർഡിങ് അതിനെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതൊന്നും കൂടി കാണുക കേട്ടോ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. റെഡി ആണെങ്കിൽ റെഡി എന്ന് പറയാ, അല്ലെ എഴുതുന്നുണ്ട് എഴുതാൻ സമയം വേണമെങ്കിൽ സമയം ചോദിക്കാം. ഒരാൾ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്, വേറെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ, സോ വി വിൽ ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ മൂൺ ഈസ് 1/6 ഓഫ് ദി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ എർത്ത്. പുതിയൊരു സംഭവമാണ്. നമുക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ മൂണ്, നമ്മുടെ മൂണിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് 1/6 ടൈംസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ എർത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മളെ സാധാരണ ജിന്റെ R അല്ലെ, G/6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദ റേഷ്യോ ഓഫ് ദ ഡെൻസിറ്റീസ് ഓഫ് മൂൺ ആൻഡ് എർത്ത് ഈസ് 5/3, ഡെൻസിറ്റീസ് ഓഫ് മൂൺ, എർത്ത് ആൻഡ് മൂൺ അല്ലെ, റേഷ്യോ ഓഫ് ദ ഡെൻസിറ്റീസ് ഓഫ് എർത്ത് ആൻഡ് മൂൺ ഈസ് 5/3. അപ്പൊ ഡെൻസിറ്റി ഓഫ് എർത്ത് ബൈ ഡെൻസിറ്റി ഓഫ് മൂൺ സമം 5/3 തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് റേഡിയസ് ഓഫ് മൂൺ ടു റേഡിയസ് ഓഫ് എർത്ത്? മൂണിന്റെ റേഡിയസ്, അങ്ങനെയാണെങ്കിൽ മൂണിന്റെ റേഡിയസും എർത്തിന്റെ റേഡിയസും തമ്മിലുള്ള റേഷ്യോ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻ ആണുള്ളത്. ഓക്കെ, സോ നോട്ട് ഡൗൺ ദ ഓപ്ഷൻസ്. ഒന്നാമത്തെ ഓപ്ഷൻ 5/18 RE, 1/6 RE, 3/18 RE and 1/2√3 RE. ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ഞാൻ ഈ ചെയ്ത പോലെ അതിനെ സിറ്റുവേഷനിലേക്ക് മാറ്റണം. ഓക്കെ, എന്ത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ വായിക്കുന്നതിന്റെ കൂടെ തന്നെ ആ ക്വസ്റ്റ്യന്റെ തന്ന ക്രൈറ്റീരിയാസിനെ ഏത് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഗ്രാവിറ്റേഷൻ മാത്രമല്ല ഏതിലായാലും ഫിസിക്സിൽ ആ സിറ്റുവേഷൻ ഇക്വേഷൻസ് ആക്കി മാറ്റണം. മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നോക്കുമ്പോൾ കിട്ടൂല. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. നമ്മൾ രണ്ടാമത് അത് ഇക്വേഷൻ രീതിയിൽ നോട്ടേറ്റ് ചെയ്യുമ്പോൾ ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് മാറും ക്വസ്റ്റ്യൻ. ഓക്കെ, സോ സോൾവ് ചെയ്യും. കണ്ടുപിടിച്ചേ. ഇതിൽ വേറൊരു ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞു തന്നിരുന്നു. നിങ്ങൾ ഇന്നലത്തെ ക്ലാസ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡെൻസിറ്റി തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. എന്തായിരുന്നു ഓർമ്മയുണ്ടോ? ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു? G ഈസ് പ്രപ്പോർഷണൽ ടു റോ ഇൻറ്റു R ആയിരിക്കും. ഓർത്ത് വെച്ചോ.
ഈസ് പ്രൊപ്പോർഷണൽ ടു റോ ഇൻറ്റു ആർ ആയിരിക്കും. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഉണ്ടോ? പറഞ്ഞു തന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? യെസ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റോ ഇൻറ്റു ആർ. ഇനി ചെയ്തൂടെ? ഇനി ചെയ്തോ നോക്ക്. ആൻസർ കിട്ടാൻ നോക്കാലോ. നിങ്ങൾ ഈ ക്ലാസ് ശ്രദ്ധിക്കുമ്പോൾ ഫോൺ ചെരിച്ചിട്ട് തന്നെ വെക്കണം കേട്ടോ. ഞാനിപ്പം റെക്കോർഡിങ് ക്ലാസ് കഴിഞ്ഞ് എടുത്ത് നോക്കാറുണ്ട്. അപ്പോൾ അത് പ്രൊട്രേറ്റ് മോഡിൽ ഭയങ്കര ബോറാണ്, ഒന്നും കാണുന്നില്ല. ലാൻഡ്സ്കേപ്പിൽ വെക്കുമ്പോൾ മാത്രമേ ആ സ്ക്രീന് കറക്റ്റ് സൈസ് കിട്ടുന്നുള്ളൂ. ഫോൺ ഓട്ടോ റൊട്ടേഷനൊക്കെ ചെരിച്ചിട്ട് തന്നെ വെച്ചിട്ട് കാണാം. ഓക്കെ, നിങ്ങൾക്ക് എക്സാംസിന് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, കീമിന് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നു അല്ലേ? കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പാടില്ലല്ലോ. ഇല്ല, ഓക്കെ ഗുഡ്. ഓക്കെ, കിട്ടിയോ ആർക്കെങ്കിലും ആൻസർ? A 5/18. നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു GM എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ മാസ് അല്ലെ. GM എന്ന് പറയുമ്പോൾ എന്നാ വരുക? റോ എം RM വരും അല്ലെ. അതേപോലെ GE എന്ത് വരും? റോ ഇ RE വരും. മൂന്നിന്റെ കേസിലും എർത്തിന്റെ കേസിലും. ഇത് രണ്ടും ഡിവൈഡ് ആക്കി നോക്കാം. ഓക്കെ, സോ GM/GE വിൽ ബി ഈക്വൽ ടു എന്ത് വരൂ? റോ എം ബൈ RM ബൈ റോ ഇ ബൈ RE. ഇനി എടുക്കാം അല്ലെ, പ്രൊപ്പോർഷൻ ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദ റേഷ്യോ ഓഫ് RM ബൈ RE ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ RM ബൈ RE സമം GM ഇൻറ്റു റോ ഇ ബൈ എന്ത് വരൂ? GE ഇൻറ്റു റോ എം വരും. GM/GE നമുക്ക് തന്നിട്ടുണ്ട്. GM/GE എന്ന് പറയുന്നത് എത്ര വരൂ? 1/6 ആണ് അല്ലെ. GM ഇത് GE എന്ന് പറഞ്ഞ എർത്തിന്റെ ആണ് ഉദ്ദേശിച്ചത്. GM/GE അല്ലെ 1/6 ആണ്. ഇൻറ്റു റോ ഇ ബൈ റോ എം 5/3. അപ്പോ 5/18 അല്ലെ. 5/18 റോ എം അല്ലെ. RM/RE സമം 5/18 ഓർ RE സമം എന്ത് വരും? അല്ലെ RM സമം എന്ത് വരും? 5/18 ഇൻറ്റു RE ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഓക്കെ, മനസ്സിലായോ? സൊല്യൂഷൻ എഴുതിയെടുക്കാം. നിങ്ങൾ എഴുതിയ മെത്തേഡ് തന്നെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ജസ്റ്റ് എഴുതിയെടുക്കണം. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, സോ പ്ലീസ് ഗോ ഹോം, പ്രാക്ടീസ്. നമ്മൾ ഇന്ന് ഇപ്പൊ ഇവിടെ മഴക്കോളൊക്കെ ഉണ്ട്. മിക്കവാറും ഞാനൊരു 5 ക്വസ്റ്റ്യൻ കൊണ്ട് നിർത്തുന്നതായിരിക്കും. പക്ഷേ ഈ 5 ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമ്മൾ കുറച്ച് ഡെറിവേഷൻസ് നോക്കാനുണ്ട്. അതും കൂടി ചെയ്തിട്ട് നമുക്ക് അങ്ങ് നിർത്താം. കാരണം മീഡിയമായൊക്കെ ആയിരിക്കും, കറണ്ടൊക്കെ പോയി. ഇന്ന് രാവിലെ വെക്കേണ്ട ക്ലാസ് ആണ് ഇത്. അതാണ് ഇപ്പോൾ ഞാൻ വെച്ചിട്ടുള്ളത്. ഓക്കെ, ഈ പ്രശ്നമായിട്ട് നിങ്ങൾക്ക് 10-11 മണിക്ക് കറണ്ട് വന്നു. ഓക്കെ, സോ വാട്ട് വി വിൽ ഡു ഈസ് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. 5 ക്വസ്റ്റ്യൻ ഞാൻ ഇന്ന് നോക്കിയിട്ടുള്ളൂ. സോ വാട്ട് വി വിൽ ഡു ഈസ് ഇതിൽ 5/18 കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നൗ what we will do, we will see various variations of acceleration due to gravity. Okay, so we will study the variations of acceleration due to gravity. Acceleration due to gravity ഉള്ള variations രണ്ട് രീതിയിലാണ് വേരിയേഷൻ വരിക. ഒന്നിക്കൽ ഭൂമിയിൽ നിന്ന് ഒരു h ദൂരം മുകളിലാകുമ്പോഴോ അല്ലെങ്കിൽ ഭൂമിയിൽ ഒരു d ഡെപ്ത് താഴെയുള്ളപ്പോഴോ. രണ്ട് രീതിയിലാണ് വേരിയേഷൻസ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ വേരിയേഷൻസ് ക്യാൻ ബി ലൈക്ക് 2 types. One is either a certain height above the earth's surface അല്ലെങ്കിൽ ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഇതാണ് നമ്മുടെ ഭൂമി എന്ന് വിചാരിച്ചോളൂ. ദിസ് ഈസ് യുവർ എർത്ത്. ഓക്കെ, ഇയാളെ നടുക്കാണ് നമ്മളെ എന്തുള്ളത്? സെന്റർ ഉള്ളത്. ഓക്കെ, സോ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ എർത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ആണ്. ഓക്കെ, ദിസ് ഇസ് ദ റേഡിയസ്. ഓക്കെ, ഇനി ഇവിടെ ഇത്ര ദൂരത്തിൽ ആരാ ഉള്ളതെന്നറിയോ? വേറൊരു ഒബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, സോ ഈ ഒബ്ജക്റ്റ് ഇയാളുടെ മാസ് m ആണ്. ഓക്കെ, this distance is h. ഇതൊരു h ഡിസ്റ്റൻസ് ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ആൻഡ്
r എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ എർത്ത് ആണ്, അതായത് ഇവിടുന്ന് ഇടം വരെയുള്ള ദൂരം. ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങോട്ട് ആക്ട് ചെയ്യുക, ഇങ്ങോട്ട് ആക്ട് ചെയ്യുക. അതിന് നമുക്ക് ജി ഡാഷ് എന്ന് സൂചിപ്പിക്കാം. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം, ജി ഡാഷും ജിയും ഉണ്ട് എന്ന് വിചാരിച്ചോ. ഇവിടെ ഉള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഡാഷ് ആണ്, ചെറിയ വ്യത്യാസം ഇവിടെ ജിയിൽ വരും അല്ലെ. ഓക്കെ, സോ അവിടെ അങ്ങനെ നോക്കുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ എപ്പോഴും എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്സിലറേഷൻ ഗ്രാവിറ്റി അറ്റ് ദി സർഫസ് ജി വിൽ ഓൾവേസ് ബി സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും ഒരു എച്ച് ഹൈറ്റിലുള്ള ജി. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ. ഓക്കെ, സോ നമുക്ക് അറിയുന്ന ഇക്വേഷൻ എന്തായിരുന്നു? വി നോ ദാറ്റ് ജി ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ ആണെന്നുള്ള കാര്യം നമുക്ക് അറിയാം അല്ലെ. എർത്തിന്റെ സർഫസിൽ ഒരു ബോഡി ഉണ്ടാകുമ്പോൾ ഈടെയാണ് ആ ബോഡി ഉള്ളതെങ്കിൽ നമുക്കറിയാം എന്താ, ജി ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. നമ്മൾ എച്ച് ദൂരത്തിലാണ് ആ ബോഡി ഉള്ളതെന്നാണ് കൺസിഡർ ചെയ്യാൻ. ഓക്കെ, സോ വി വിൽ ടേക്ക് ദാറ്റ് ആസ് ജി ഡാഷ്. ജി ഡാഷ് എന്ത് വരൂ? ജി ഇൻറ്റു എം ഇൻറ്റു ബോഡിയുടെ മാസ് ബൈ ആർ സ്ക്വയർ. ഓക്കെ, സോ ഇവിടെ നിന്ന് ഇവിടത്തേക്കുള്ള ആ ദൂരമാണ് സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത്. സ്മോൾ ലെറ്റർ ആർ ആരുടെ ഒക്കെ കോൺട്രിബ്യൂഷൻ ആണ്? ആർ വിൽ ബി ദ സം ഓഫ് ക്യാപിറ്റൽ ആർ പ്ലസ് എച്ച്. ഓക്കെ, അറിയാന്ന് വിചാരിക്കും. ഓക്കെ, സോ ദിസ് ഇക്വേഷൻ വിൽ ബിക്കം ജി ഇൻറ്റു എം എം ബൈ ആർ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയർ. ഓക്കെ അല്ലേ? ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ എന്നാ നമ്മളെ ജി ഡാഷ്. അല്ല, നമുക്ക് ഒന്നും കൂടി മനസ്സിലാകും, കുറച്ച് വൃത്തിക്ക് ചെയ്താൽ ജി ഡാഷ് എഴുതണ്ട, ഒരു എച്ച് ദൂരത്തിലുള്ള ജി ആണെന്ന് എഴുതിക്കോളൂ, ജി എച്ച്. ഓക്കെ, ജി ഡാഷ് അല്ലെങ്കിൽ ജി എച്ച് കേട്ടോ, അതായത് അറ്റ് എ ഹൈറ്റ് ഓഫ് എന്താ എച്ച്. ഓക്കെ, സോ ദിസ് ഈസ് ജി എച്ച്. ജി എച്ചിന്റെ ഇക്വേഷൻ എന്താ വന്നത്? ഞാൻ പറഞ്ഞു, ജി ഇൻറ്റു എം ബൈ ഓക്കെ ആർ plus h the whole square. ഓക്കെ ഓക്കെ, അപ്പോൾ ഞാനിവിടെ വളരെ എന്താ പറയാ, ഈ എം ഹൈറ്റിലുള്ള മാസ് കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ മാസ് നമ്മൾ ഇഗ്നോർ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര ഹൈറ്റിൽ ഈ ഒരു നിശ്ചിത പോയിന്റിൽ എത്രയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് നോക്കുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ജി ഇൻറ്റു എം ബൈ ആർ പ്ലസ് എച്ച് ഡി ഹോൾ സ്ക്വയർ ആയിരിക്കും ഇക്വേഷൻ വരും. ഓക്കെ, ഇതിനെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ആർ സ്ക്വയർ വെച്ച് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ജി എച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? ജി എം ബൈ ആർ സ്ക്വയർ, ഒരു ആർ സ്ക്വയർ ഇവിടെ കൊണ്ടുവന്ന് ഒന്ന് റീഅറേഞ്ച് ചെയ്യല വെറുതെ കേട്ടോ, ഇൻറ്റു ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ വരും. ഓക്കെ ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ, ഇതെന്തിനും ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് അറിയോ? നമുക്ക് ഈ സാധനം ആരാന്ന് അറിയാം. അതായത് ഈ ജി എം ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞ ആളാരാ? അയാൾ ഈ സാധാരണ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ. സോ യു വിൽ ബി ഗെറ്റിംഗ് ജി എച്ച് സമം സ്മോൾ ലെറ്റർ ജി ഇൻറ്റു ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ അല്ലേ. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. പിന്നെ ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ, ഇതൊക്കെ നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യും അല്ലെ. ആറ് പുറത്തെടുക്കും. അപ്പൊ ആറ് പുറത്തെടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് വരും? എന്ത് സംഭവിക്കും? യു വിൽ ബി ഗെറ്റിംഗ് ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എച്ച് ബൈ ആർ ദ ഹോൾ സ്ക്വയർ വരും. ഈ ആറും വെട്ടിപ്പോവും. എന്നിട്ട് നിങ്ങൾക്ക് ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 ബൈ 1 പ്ലസ് എച്ച് ബൈ ആർ ദ ഹോൾ സ്ക്വയർ കിട്ടും. അപ്പൊ ഈ ഇക്വേഷൻ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ ഒന്നുകൂടി എഴുതാം. ജി എച്ച് ഒരു ഹൈറ്റിലുള്ള ജി ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 ബൈ 1 പ്ലസ് എച്ച് ബൈ ആർ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, സോ യു ക്യാൻ കീപ് ദിസ്. ഒന്നിക്ക് ഡെറിവേഷൻ പഠിക്കാം. ഡെറിവേഷൻ പഠിക്കാൻ മടിയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ബോക്സിൽ കൊടുക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ അല്ലേ. ഓക്കെ, ഇനി ഞാനിത് വേർട്ടിക്കൽ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ എനിക്കത് വേറെ രീതിയിൽ എഴുതാം. യു ക്യാൻ ഓൾസോ റൈറ്റ് ദിസ് ആസ് എന്താ എഴുതാൻ പറ്റുക? യു ക്യാൻ ഓൾസോ റൈറ്റ് ആസ് ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു ആർ ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. ഈ രീതിയിലും എഴുതാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ഹൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഈ ഇക്വേഷൻസ് നോട്ട് ചെയ്യുക. ഡെറിവേഷൻ പഠിക്കണമെങ്കിൽ ഡെറിവേഷൻ പഠിക്കാം, അല്ലെങ്കിൽ ഇക്വേഷൻ നോട്ട് ചെയ്യണമെങ്കിൽ ഇക്വേഷൻ. ഓക്കെ, എവിടെയെങ്കിലും ഓർമ്മ കിട്ടുന്നുണ്ടോ? ഏത് ക്ലാസ്സിലായിരുന്നു ഗ്രാവിറ്റേഷൻ പഠിച്ചത്? +1 ആണെന്ന് തോന്നുന്നു അല്ലേ. +1 ടോപ്പിക് ആണോ? ഓക്കെ, ഇക്വേഷൻ. ഓക്കെ, ഡെറിവേഷൻ മനസ്സിലായോ? നോട്ട് ചെയ്തോ? യെസ്, ഡെറിവേഷൻ നോട്ട് ചെയ്തോ? നോട്ട് ചെയ്തോ? ഓക്കെ, സോ
സ്പീഡ് പോയ പോലെ തോന്നിയിട്ടുണ്ടാവും, അതിന് വീഡിയോ ഉണ്ടാവും നമ്മളെ അല്ലേ. ഓക്കെ, സോ അപ്പൊ ഇതാണ് നമ്മുടെ അവസ്ഥ. ഓക്കെ, ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അപ്പൊ അതായത് നമുക്കറിയാം ഈക്വേഷൻ എന്ന് പറഞ്ഞാൽ ജി ഇസ് ഇക്വൽ ടു എന്താ ആക്സിലറേഷൻ ഉണ്ടായിരുന്നു, ജി ഇസ് ഇക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ ആണെന്നുള്ള കാര്യം നമുക്കറിയാലോ, നമ്മൾ മുമ്പേ പഠിച്ച കാര്യമാണ്. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ഭൂമിയുടെ സർഫസിലാണെങ്കിൽ സർഫസ് ഓഫ് എർത്ത്, ഭൂമിയുടെ സർഫസിലാണ് ഇതുള്ളതെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഭൂമിയുടെ സർഫസിലാണെങ്കിൽ ആണല്ലോ ഈ ആറ് മാത്രം വരുന്നത്, എച്ച് വരാണ്ട് വെറും, അതായത് റേഡിയസ് എർത്തിന്റെ റേഡിയസ് ആറാന്ന് വിചാരിച്ചോളൂ. ആറ് റേഡിയസിൽ നമ്മളെ ഭൂമി വെക്കണം, ക്യാപിറ്റൽ ആർ റേഡിയസിൽ. അതിന്റെ ഈ സർഫസ് തന്നെയാണെങ്കിൽ ഈ ആർ പ്ലസ് എച്ച് ഇല്ല, വെറും ആറേ ഉള്ളൂ. അതാണ് സർഫസ് ഓഫ് എർത്തിലുള്ള ഇക്വേഷൻ ആണ് ശരിക്കും പറഞ്ഞ ഈ ഇക്വേഷൻ അല്ലെ. ഇത് സർഫസ് ഓഫ് എർത്തിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജി ആർ സ്ക്വയർ സമം ജി എം എന്ന് എഴുതാലോ. ഓക്കെ, ഈ ഇക്വേഷനും ചില ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ്. ഓക്കെ, ഇനി നമ്മൾ വേറൊരു കാര്യം ഓർത്ത് വെക്കേണ്ടത്, നമ്മുടെ ഭൂമിയുടെ സർഫസിന് വളരെ അടുത്താണ് വസ്തുക്കൾ എന്ന് വിചാരിച്ചോളൂ. അതായത് ഈ നിശ്ചിത ഹൈറ്റിലാണ് നമ്മളെ മാസം ഉള്ളതെന്നല്ല നേരത്തെ പഠിച്ചത്. ഈ എച്ച് ആറിന് ഭൂമിയുടെ റേഡിയസ് വെച്ച് നോക്കുമ്പോൾ വളരെയധികം ചെറുതാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എച്ച് ബൈ ആർ എന്നുള്ള റേഷ്യോയും എന്തായിരിക്കും, വളരെ ചെറുതായിരിക്കും. അങ്ങനത്തെ കേസിൽ നമ്മൾ ഈ ഇക്വേഷൻ ഒക്കെ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു, നമ്മൾ പഠിച്ച ഇക്വേഷൻ ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു എന്തായിരുന്നു 1/1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ ജി എച്ച് എറ്റ് ഹൈറ്റ് എച്ച് അല്ലെ, എച്ച് ഹൈറ്റിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ദിസ് ഈസ് ഓഫ് എർത്ത് അല്ലെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എർത്ത് അല്ലെങ്കിൽ ഓഫ് എർത്ത്സ് surface 9.8 അല്ലെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ദിസ് ഈസ് ഹൈറ്റ് ഓഫ് ദ മാസ് അല്ലെ, മാസിന്റെ ഹൈറ്റ് ഓഫ് ദി മാസ് ആൻഡ് ആർ ഈസ് ഈക്വൽ ടു ആരായിരുന്നു, റേഡിയസ് ഓഫ് എർത്ത്. ഇതാണ് നമ്മൾ നേരത്തെ കുറച്ച് മുമ്പേ നോക്കിയ ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷനിലെ നമുക്ക് ഈ സാധനത്തിന് കണ്ടോ നിങ്ങൾ, ഈ ഡിനോമിനേറ്റർ പാർട്ട്, ഈ പാർട്ട് നമ്മൾ ന്യൂമറേറ്ററിൽ കൊണ്ടുപോകാൻ എന്ത് ചെയ്താൽ മതി അറിയോ, ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ റേസ് ടു -2 എന്ന് എഴുതിയാൽ പോരെ ന്യൂമറേറ്ററിലെത്തി അല്ലേ. അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാലുള്ള ഒരു കാര്യം എന്ന് അറിയാം, നമ്മൾ മാത്സ് പഠിച്ചിട്ടുണ്ട്, ഇതിന് നമുക്ക് ബൈനോമിയൽ തിയറം വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് പാർട്ട് ക്യാൻ ബി എക്സ്പാൻഡ് യൂസിങ് എന്ന ബൈനോമിയൽ തിയറം. ഓക്കെ, നമ്മൾ ഒരുപാട് അത്ഭുതത്താക്കാതെ നമുക്ക് ആ ഒരു ഇതിലേക്ക് ഡയറക്റ്റ് പോവാം. ഇസ് ഈക്വൽ ടു എന്ത് വരും, ജി ഇൻറ്റു 1 - 2h ബൈ ആർ പ്ലസ് എച്ച് ബൈ ആർ ദ ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ബൈ ആർ അല്ലേ, ആർ സ്ക്വയർ ദ ഹോൾ റേസ് 4. അങ്ങനെ ഈ സാധനം പോകും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഭൂമിയുടെ തൊട്ട് മോഡലിലെ ചെറിയ ഇതാണെങ്കിൽ ഈ റേഷ്യോ എപ്പോഴും എന്തായിരിക്കും, നെഗ്ലിജിബിൾ ആയിരിക്കും, വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് ഈ ടേംസ് എല്ലാം നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായി പോകും, നെഗ്ലിജിബിൾ ആയിരിക്കും. ഓക്കെ, ദീസ് ടേംസ് ആർ ഓൾ നെഗ്ലിജിബിൾ. Or you can write the equation as GS is equal to G into 1 minus 2h by. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഇക്വേഷൻ ബോക്സിൽ. ഓക്കെ ആണോ? ബോക്സിലേക്ക് ഇട്ട് വെക്കുക. ഓക്കെ, കിട്ടിലാക്കിയ ഇക്വേഷൻ. ഓക്കെ, സോ ചെറുതായിട്ട് ഇങ്ങനെ കത്തുന്നുണ്ടാവും അല്ലേ, എടാ ഇത് ഞാൻ പണ്ട് പഠിച്ചിരുന്നു, ടീച്ചർ പഠിപ്പിച്ചിരുന്നു, ഞാൻ ശ്രദ്ധിക്കായിട്ടാണെന്നല്ലോ അല്ലേ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ അടുത്ത പാർട്ടിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മളെ അവസ്ഥ കേട്ടോ. അപ്പൊ ഞാൻ ഇതിനെ ഒന്ന് വെറുതെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്, ഒരു കാര്യമില്ലാതെ ഞാൻ റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ സോ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നോക്കിക്കോളൂ, ജി എച്ച് ഇസ് ഈക്വൽ ടു എന്നാ വരുക, ജി എച്ച് ശരിക്കും പറഞ്ഞാൽ ജി ഇൻറ്റു ജി മൈനസ് 2h ഇൻറ്റു ജി ബൈ ആർ വരും അല്ലേ. ഇതിനെ കൊണ്ടും ഗുണിച്ചതാണ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇതൊന്നും കൂടി വൃത്തിക്ക് ഞാൻ റീഅറേഞ്ച് ചെയ്ത യു വിൽ ബി ഗെറ്റിംഗ് ജി മൈനസ് ജി എച്ച് സമം എന്ത് വരൂ, അതായത് ഈ ജി എച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇയാളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയി, ജി മൈനസ് ജി എച്ച് സമം 2h g ബൈ ആർ അല്ലേ. ഓക്കെ, അപ്പോ ഇതൊന്നും കൂടി റീഅറേഞ്ച് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് ജി മൈനസ് ജി എച്ച് ബൈ ജി സമം 2h കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഈ ജി മൈനസ് ജി എച്ച് എന്ന് പറഞ്ഞാൽ എന്നാ, ഭൂമിയുടെ സർഫസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെ, സർഫസിലുള്ള അല്ലെ, ജി എറ്റ് സർഫസ്, ഇതെന്താ ജി എറ്റ് ഹൈറ്റ് എച്ച് അല്ലെ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ എങ്ങനെ നോട്ട് ചെയ്യും, ഡിഫറൻസ് നമ്മൾ നോട്ട് ചെയ്യുന്നത് ഡെൽറ്റ ജി ഉപയോഗിച്ചാണ്.
But this term is delta G by G. G minus GH എന്ന് പറഞ്ഞ ഒരു ഗ്രാവിറ്റേഷനിലുള്ള ഡിഫറൻസ് ആണ്. ദിസ് ഇസ് ഡിനോട്ടഡ് ബൈ ഡെൽറ്റ ജി. ഡെൽറ്റ ജി ബൈ ജി സമം 2h എന്ന് കൂടി നമുക്ക് എഴുതി വെക്കാം. ആ ഇക്വേഷൻ കൊണ്ടുവന്ന് ബോക്സിലേക്ക് ഇട്ട് വെക്കുക. ഓക്കെ, ഇതെന്താ സാധനം അറിയോ? ഇതിനെയാണ് നമ്മൾ ഫ്രാക്ഷണൽ ലോസ് ഇൻ ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ദിസ് ടേം ഈസ് കോൾഡ് ആസ് fractional loss in gravity. ഓക്കെ, എപ്പോഴും ഓർത്ത് വെക്കേണ്ട കാര്യം ജി എച്ച് വിൽ ബി ലെസ് ദാൻ ജി ആയിരിക്കും. ഇതും എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെച്ചോളൂ. വളരെ അതെ അതെ, സോറി 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 സോറി, എക്സ്ട്രീംലി സോറി. ആറ് ഞാൻ മറന്നുപോയി അല്ലേ? ഇയാളാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു ഫോർ കറക്റ്റിംഗ്. 6 മാർക്ക് കേട്ടോ, മറന്നുപോയി. ആയില്ലേ? ശരിയായോ? ഓക്കെ, യെസ്. ഇതെന്തിനാണെന്നറിയാം ഉപയോഗിക്കുക. നമുക്കൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ 1% ഗ്രാവിറ്റി കൂടി 1% കുറഞ്ഞു, 5% ഗ്രാവിറ്റി കൂടുതലായി എന്നൊക്കെ പറയുന്ന സിറ്റുവേഷനിലാണ് ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ദിസ് ഇസ് ദ സിറ്റുവേഷൻ. അപ്പോൾ ഡെൽറ്റ ജി ബൈ ജി ഈസ് ഈക്വൽ ടു എച്ച് ബൈ ആർ ഇത് സാധനം ഇതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു. ഇതിലില്ല ശരിക്കും പറഞ്ഞാൽ പരീക്ഷയ്ക്ക് എങ്ങനെ ചോദിക്കുന്നത് വെച്ചാൽ, ഇപ്പൊ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഗ്രാവിറ്റി ചോദിച്ചു എന്ന് വിചാരിച്ചു. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഗ്രാവിറ്റി. അപ്പോൾ ഗ്രാവിറ്റിയിലുള്ള പെർസെൻറ്റേജ് ചേഞ്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഡെൽറ്റ ജി ബൈ ജി ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 2h ബൈ ആർ ഇൻറ്റു 100. ഓക്കെ, ഈ രീതിയിൽ ചെയ്തു നോക്കാം. വളരെ എളുപ്പമായിരിക്കും. നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു എക്സാമ്പിളിലേക്ക്. ഓക്കെ, സോ യു കാൻ ഓൾസോ റൈറ്റ് ഓൺ ദിസ് ഇക്വേഷൻ. ഫസ്റ്റിലേക്ക് പോവാം. ഓക്കെ, ഞാൻ സ്പീഡിലാണോ പോകുന്നത് തോന്നുന്നുണ്ടോ? ഡെറിവേഷൻ മനസ്സിലാവാണ്ട് കൈ പോയ പോലെ തോന്നുന്നുണ്ടോ? അങ്ങനൊന്നുമില്ലല്ലോ, ഉണ്ടോ? ഈ പറയാം. ഓക്കെ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കണം കേട്ടോ. ഒരുപാട് പേര് എന്നോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്, വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയച്ച് ഡൗട്ട് ചോദിക്കുന്നുണ്ട്. പ്രോബ്ലംസ് അങ്ങനെ അതിൽ ഡയറക്റ്റ് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. നല്ല തീരെ കിട്ടാത്ത പ്രോബ്ലം അയക്കണം. എല്ലാ ക്വസ്റ്റും ഇങ്ങനെ അയച്ചു കൊടുക്കരുത്. നിങ്ങൾക്ക് നല്ല കുടുങ്ങി പോകുന്ന അല്ലെ അവരെ സൊല്യൂഷൻ നോക്കിയിട്ട് മനസ്സിലാത്ത പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം, ഞാൻ റിപ്ലൈ. ഓക്കെ, സോ നമുക്ക് അടുത്ത ഇത് വെച്ചിട്ട് വേഗം അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ പോയിന്റ് vertically above the earth's surface at which the acceleration due to gravity becomes 1% of its value at the surface. നാല് ഓപ്ഷൻ ആണുള്ളത്. 8R, 9R, 99R, none of these. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Find the height of the point vertically above the earth's surface. h കണ്ടുപിടിക്കണം. സ്മോൾ ലെറ്റർ h. At which the acceleration due to gravity becomes 1% of its total value surface. സർഫസ്, ഭൂമിയുടെ സർഫസിലുള്ള ആക്സിലറേഷൻ, ഗുരുത്വാകർഷണ ബലത്തിന്റെ 1% ആയിട്ട് മാറുന്നത് ഏത് സ്ഥലത്തായിരിക്കും എന്ന് ചോദിച്ചു. അതായത് നമ്മളെ വസ്തു ആകാശത്ത് ഉണ്ട്, ആ സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ എന്താ, ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന്റെ 1% ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ഹൈറ്റ് എത്രയാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാം ജി എച്ചിന്റെ ഇക്വേഷൻ. എന്നാ ജി എച്ചിന്റെ ഇക്വേഷൻ ജി എം ബൈ എന്തായിരുന്നു? ജി എം ബൈ ആർ പ്ലസ് ആ തന്ന ഹൈറ്റ്. ഏതാ ഹൈറ്റ് എന്ന് അറിയില്ല നമുക്ക്, സ്ക്വയർ അല്ലെ. സർഫസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയായിരിക്കും? ജി എം ബൈ ആർ സ്ക്വയർ ആയിരിക്കും അല്ലെ. ഇത് ആരാ? ഇയാളാരാ? ഇയാളെറ്റ് ഹൈറ്റ് എച്ച് ആണ്, ഇയാളെറ്റ് സർഫസ് ആണ്. ഈ രണ്ട് കാര്യങ്ങളും അറിഞ്ഞാൽ മാത്രം മതി നമുക്ക് അല്ലെ. നമ്മൾക്ക് തന്നിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? ജി എച്ച് ഹൈറ്റിലുള്ള എച്ച് ഇസ് ഈക്വൽ ടു 1% ഓഫ് ആരാ? ജി ആണ്. ജി എച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? ജി ബൈ 100 വരും. ചെയ്ത അത്രയും ക്ലൂ ഞാൻ തന്നു. ഇനി ചെയ്ത ഉറപ്പായിട്ട് ഷെയർ ചെയ്യും. റെക്കോർഡിംഗ് ഷെയർ അന്ന് ഷെയർ ചെയ്തിരുന്നല്ലോ. ചെയ്ത് നോക്ക്.
height of the point vertically above the Earth's surface at which the acceleration due to gravity becomes 1% of the value at the surface. R എന്നാന്നറിയത്തില്ലേ? R റേഡിയസ് ഓഫ് എർത്ത് ആണ് കേട്ടോ. വേണ്ടിയിട്ട് അത് എഴുതി വെച്ചോ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടില്ല. ഇവിടെ R എന്ന് പറയുന്നത് എന്താ? റേഡിയസ് ഓഫ് എർത്ത് ആണ്. അപ്പൊ കിട്ടിയ ആൻസർ ഇൻ ടേംസ് ഓഫ് R ആണ് അല്ലേ? എല്ലാം R ആണ്. ഇത് മാറിപ്പോയി, ഇത് R ആണ്, എല്ലാം R. ഓക്കെ, ചെയ്യാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വേഗം തീർക്കാം ഈ ക്വസ്റ്റ്യൻ. ഇത്രയും ക്ലൂ തന്നില്ലേ? നേരത്തെ ഇക്വേഷൻ നേരെ ഇട്ട് കൊടുത്താൽ മതി, സിമ്പിളായിട്ട് കിട്ടും. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? എനിക്ക് ചാറ്റ് ബോക്സിലൊന്നും ഒന്നും റെസ്പോൺസ് ഒന്നും വരുന്നില്ലല്ലോ. ഓക്കെ, ഉണ്ട്. എന്നാ പറ, ഏതാന്ന് പറയൂ. ബി. എത്ര പേര് ബിയിലേക്ക് വന്നു? ജോവിത്ത് ബി. കിട്ടുന്നുണ്ടോ? ചെയ്യാൻ അറിയോ? ഞാൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിൽ സബ്സ്റ്റിറ്റ്യൂഷനല്ലേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ. നോക്കാം. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവുന്ന പ്രതീക്ഷിക്കും. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? നോക്കോ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ജി എച്ച് സമം ജി എം ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. ഒന്നുമില്ല, നമുക്കറിയാം ജി എച്ച് എന്താന്ന്. എന്താ ജി എച്ച്? ജി ബൈ 100 ആണ്. സമം ജി അല്ലേ ബൈ എന്ത് വരും? എം ബൈ ആർ സ്ക്വയർ. അല്ലെങ്കിൽ വേറൊരു ഇക്വേഷൻ കൂടി ഞാനിവിടെ പഠിപ്പിച്ചു തന്നു അല്ലേ? എന്തായിരുന്നു ഇവിടെ ഡെറിവേഷൻ? ഇവിടെ നമ്മുടെ ഇവിടെ പോയി. ആ, അല്ല, നമ്മുടെ ഡെറിവേഷൻ ജി എച്ച് ഇസ് ഈക്വൽ ടു ആദ്യത്തെ ഈ പച്ച ബോക്സിലുള്ള ഇക്വേഷൻ ജി ബൈ ആർ പ്ലസ് എച്ച് അല്ലേ, അല്ലെ ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച്. അങ്ങനെ എഴുതാം അല്ലേ? അപ്പോൾ ആ ഇക്വേഷനാണ് ഞാനിവിടെ നൈസായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയർ. ഈ ഇക്വേഷനിലേക്കാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ജി എച്ചിന് പകരം ജി ബൈ 100 കൊടുത്തു. ഇവിടെ ജി ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച്. ഓക്കെ, ഇനി ആരെല്ലാം പോകും? ഇയാള് പോയി, ഇയാൾ. So you will be getting the 100 r square is equal to r plus h the whole square. ഇനിയെങ്കിലും പറ എന്താ ആൻസർ വരിക? ഇനി പറ എന്താ ആൻസർ വരിക? സ്റ്റെപ്പ് മനസ്സിലായോ? സ്റ്റെപ്സ് മനസ്സിലായോ? ഓക്കെ അല്ലേ? സ്റ്റെപ്പ് ഓക്കെ അല്ലേ? ഓക്കെ, 100 ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. എല്ലാ സ്ക്വയറും ഒന്ന് കളയാൻ മതി അല്ലേ? എല്ലാ സ്ക്വയറും കളയുമ്പോൾ എന്ത് വരും? 100 ആർ സ്ക്വയറിന് പകരം 10 ആർ വരും. ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയറിന് പകരം ആർ പ്ലസ് എച്ച് വരും. 10 ആർ മൈനസ് ആർ, 9 ആർ സമം എച്ച്. എച്ച് ഇസ് ഈക്വൽ ടു 9 ആർ. ഓക്കെ ആണോ? ഓക്കെ, ബിയിലേക്ക് എത്തിയോ? ഓക്കെ ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത വർക്കിലേക്ക് പോവാം. ഇനി നമ്മൾ വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തന്നെയാണ് നോക്കുന്നത്. നമ്മളിപ്പോൾ ഹൈറ്റ് വെച്ചിട്ട് നോക്കി. നെക്സ്റ്റ് യു വിൽ ബി ഡീലിംഗ് വിത്ത് വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡ്യൂ ടു എന്തായിരിക്കും? ഡ്യൂ ടു വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡ്യൂ ടു ഡെപ്ത് നോക്കാം. ഓക്കെ, സോ ഡെപ്ത് കാരണമുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിലുള്ള വ്യത്യാസം നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ വി വിൽ ബി ഡീലിംഗ് വിത്ത് വേരിയേഷൻ ഡ്യൂ ടു ഡെപ്ത്. ഓക്കെ, സോ അതിന് നമ്മളെ പഴയ ഭൂമിനെ എടുക്കുന്നു അല്ലേ? ഇവിടെ നമ്മുടെ ഭൂമി ഇങ്ങനെ വന്നു. ഓക്കെ, ഇനി ഭൂമിയുടെ നടുക്കായിട്ട് ഭൂമിയുടെ ആരുണ്ട്? സെന്റർ ഓഫ് മാസ് ഉണ്ട്. ഓക്കെ, സോ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മളെ റേഡിയസ് വന്നു അല്ലേ? ഓക്കെ, ഇനി ഇവിടെ ഞാൻ ഇങ്ങനെ കുഴിച്ചു പോലാട്ടാ, കുഴിച്ചു പോയി. ഓക്കെ, അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ഒരു മാസ് ഉണ്ട് എന്ന് വിചാരിച്ചു. ഇയാളെ ഇതിൻ്റെ ഉള്ളിൽ കയറി കിടക്കാം. ഓക്കെ, സോ ദിസ് ഈസ് അവർ മാസ്. ഓക്കെ, സോ യു കൻ സീ ദിസ് ഈസ് ദ റേഡിയസ് ഓഫ് എർത്ത് ആർ. ഓക്കെ, അതിൻ്റെ ഇത്ര ആഴത്തിൽ ആരുണ്ട്? ഒരു മാസ് ഉണ്ട്. ദിസ് ഈസ് ഡി ഡെപ്ത്.
ഇതിലാണ് നമ്മളെ മാസ് കിടക്കുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഇത്രയും ഉള്ളത് റേഡിയസ് ആണ്. ഇത് അതിൻ്റെ ആ ഒരു ഡെപ്ത് ആണ്. ഓക്കെ, ഡി ഇസ് ദ ഡെപ്ത്, ദിസ് ഈസ് റേഡിയസ് ഓഫ് എർത്ത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഉണ്ട്. വി നോ ദാറ്റ് ജി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ജി എം ബൈ ആർ സ്ക്വയർ അല്ലേ, നമുക്കറിയാം. ഓക്കെ, ഇനി നമുക്ക് എർത്തിനെ ഒരു സ്പിയർ ആയിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, യു ക്യാൻ അസ്യൂം എന്താ എർത്ത് ആസ് എ സ്പിയർ. എർത്തിനെ ഒരു സ്പിയർ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ വോളിയം എത്ര വരൂ, വോളിയം എന്ന് പറയുന്നത് 4/3πr³ ആയിരിക്കും അല്ലേ. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ഡെൻസിറ്റി റോ ഈസ് ഈക്വൽ ടു എന്താ, മാസ് ബൈ വോളിയം ആണ്, മാസ് ബൈ വോളിയം ആണ്. അല്ലെങ്കിൽ മാസ് ഇസ് ഈക്വൽ ടു എന്ത് വരൂ, മാസ് ഇസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി വരും. ഓക്കെ, വോളിയം ഇൻറ്റു ഡെൻസിറ്റി. അപ്പോൾ ഈ മാസിൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം, ആ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇയാളെ കൊണ്ടുപോയിട്ട് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ യു വിൽ ബി ഗെറ്റിംഗ് ജി ഈസ് ഈക്വൽ ടു ജി ബൈ ആർ സ്ക്വയർ ഇൻറ്റു മാസിന് പകരം നമ്മൾ എന്ത് ചെയ്തു, 4/3π ഇൻറ്റു r³ ഇൻറ്റു ഡെൻസിറ്റി. മനസ്സിലായിനാ? ഇത്രയും ഭാഗം അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇയാളെ കൊണ്ടുപോയിട്ട് ഇവിടുന്ന് മാസ് ബൈ വോളിയം ഇക്വേഷൻ അതിനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ദിസ് ഇസ് ദ എക്സ്ട്രാ പാർട്ട് ദാറ്റ് വി ഹാവ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. സോ ഇങ്ങനെ വന്നു. ഓക്കെ, സോ വാട്ട് യു ഹാവ് ടു സീ ഈസ് ഇത് ഒന്നും കൂടി ഒരു വൃത്തിക്ക് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ജി ഈസ് ഈക്വൽ ടു എന്ത് വരുന്നറിയോ, 4/3 ജി ഇൻറ്റു റോ ഇൻറ്റു പൈ ഇൻറ്റു അത്രയല്ലേ വരൂ. ഈ ആർ സ്ക്വയറിന്ന് ഈ ഒരു ആർ സ്ക്വയർ ഇവിടുത്തെ ഒരു ആർ സ്ക്വയറും കട്ടായി പോകും അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു 6 ബാക്കിയുണ്ട്. അപ്പോൾ ജി ഇൻറ്റു 4/3π ഇൻറ്റു ആർ ഇൻറ്റു റോ. ഓക്കെ, ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെറുതെ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. 4/3 എന്ന് പറയുന്ന ആളെന്താ, കോൺസ്റ്റന്റ് ആണ്. ജി എന്താ, യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ആണ്. ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ്. പൈ കോൺസ്റ്റന്റ് ആണ് അല്ലേ. അതിന്റെ അർത്ഥം എന്താ നമുക്ക് പറയാൻ പറ്റും, യു കൻ സേ ദാറ്റ് ജി ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ് ബോക്സ്. Okay, density of earth is assumed to be constant. Okay, so then G is proportional to R ആയിരിക്കും. important ആണ്. acceleration due to gravity always is proportional to radius of earth. Okay, ഇനി അടുത്ത പാർട്ടിലേക്ക് നമുക്ക് പോവാം. നേരത്തെ അതേപോലെ തന്നെ ഇക്വേഷൻ നമുക്ക് ഇവിടെ ചെയ്യാനുണ്ട്. ഓക്കെ, സോ അടുത്ത പാർട്ടിൽ നമുക്ക് പോകുമ്പോൾ യു നോ ദാറ്റ് നിങ്ങൾക്ക് അറിയാം ജി ഈസ് ഈക്വൽ ടു നമ്മൾ ഇപ്പോൾ എഴുതിയ ഇക്വേഷൻ 4/3 ജി ഇൻറ്റു റോ ഇൻറ്റു പൈ ഇൻറ്റു ആർ ആണ് എക്സ്പ്രഷൻ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ അല്ലേ. അപ്പോൾ നമ്മൾ എറ്റ് എ ഡെപ്ത് എന്താ ഡി എടുക്കുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എർത്ത്. ഓക്കെ, സോ ഈ എർത്തിൽ ഇവിടെ ഒരു ഓക്കെ, സോ ഇത് ആറാണ്. ഈ ഒരു ഡി ഡെപ്തിൽ നമ്മൾ എന്തായിരുന്നു നമ്മൾ ആ മാസം എടുക്കുക അല്ലേ. സോ അറ്റ് എ ഡെപ്ത് ഡി വാട്ട് ഹാപ്പൻസ് ഇസ് ഇക്വേഷൻ എങ്ങനെ മാറും, ജി ഈസ് ഈക്വൽ ടു 4/3 ഇൻറ്റു ജി ഇൻറ്റു റോ ഇൻറ്റു പൈ. അപ്പം ഇവിടെ നേരത്തെ കേസിൽ മുകളിലേക്കായതുകൊണ്ട് നമ്മൾ ആർ പ്ലസ് എച്ച് ആണ് എന്ത് ചെയ്തത്, ആർ എടുത്തത്. ഇവിടെ താഴോട്ടല്ലേ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ഡെപ്ത് എങ്ങനെ എടുക്കുക, ഇവിടെ വരുന്നത് ക്യാപിറ്റൽ ആറിന് ഡി കുറക്കുകയുണ്ട്. അത് അത് ഓർത്ത് വെക്കണം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, സോ ഹിയർ ആർ വിൽ ബിക്കം ആർ മൈനസ് ഡി. എന്തുകൊണ്ട് ആർ മൈനസ് ഡി എടുത്തത്, കാരണം അറ്റ് എ ഡെപ്ത് അല്ലെ, അറ്റ് എ ഡെപ്ത് ഡിയിലാണ് നമ്മുടെ മാസ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് റേഡിയസ് ഓഫ് എർത്ത് ആ ഡെപ്ത് ഡി കൊടുത്താലേ അത്ര ആഴത്തിലുള്ളതെന്ന് കിട്ടുള്ളൂ. അപ്പോൾ ആറിന് പകരം ഇവിടെ ആർ മൈനസ് ഡി കൊടുത്തു. നേരത്തെ കേസിൽ ആർ പ്ലസ് എച്ച് ആയിരുന്നു, മുകളിലേക്കുള്ള ഹൈറ്റ് ആകുമ്പം വരും. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, സോ ദിസ് വിൽ ബി ആർ മൈനസ് ഡി. ഇങ്ങനെ എഴുതി വെച്ചു. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ജി ഈസ് ഈക്വൽ ടു 4/3 ജി റോ പൈ ഇൻറ്റു ആർ മൈനസ് ഡിന്റെ കൂടെ വെറുതെ ഒരു തമാശക്ക് ഇൻറ്റു ആർ ബൈ ആർ ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ജി ഈസ് ഈക്വൽ ടു ഓക്കെ. സോ ഇവിടെ ഇയാൾ ഇവിടം വരെ ജി ആയിരുന്നു കേട്ടോ, ഇവിടം വരെ ഇയാൾ ജി ആയിരുന്നു. പക്ഷെ ഇത് നമ്മൾ നോക്കുന്നത് എന്താ പറയാ, അറ്റ് എ ഡെപ്ത് ജി ആണ്. അപ്പൊ ഇത് ജി ഡി ആയി മാറി. ഓക്കെ, ഓർത്ത് വെക്കുക, സഫിക്സ് ഒന്ന് ജസ്റ്റ് മാറ്റിക്കോളൂ. സോ ജി ഡി വിൽ ബി ഈക്വൽ ടു നിങ്ങൾക്ക് എന്ത് കിട്ടും, 4/3 ഇൻറ്റു ജി ഇൻറ്റു റോ ഇൻറ്റു പൈ ഓക്കെ ഇൻറ്റു ആറും കൂടി ഇട്ടിട്ട് ആർ മൈനസ് ഡി ബൈ ആർ ഞാനിവിടെ റീഅറേഞ്ച് ചെയ്ത് വൃത്തിക്ക് എഴുതി വെച്ചു. ഓക്കെ, ഓർ യു വിൽ ബി ഗെറ്റിംഗ് ജി ഡി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, ജി ഇൻറ്റു ആർ മൈനസ് ഡി ബൈ ആർ.
ഓക്കെ, ഇയാളല്ലേ നോക്കൂ കുട്ടികളെ, ഈ ചങ്ങായിയല്ലേ ഇത് 4/3 പൈ ഇൻറ്റു ജി ഇൻറ്റു റോ ഇൻറ്റു ആർ. അയാളാണ് ആര്? ഈ കാണുന്ന ജി. ഓക്കെ, അതായത് ഇയാളാണ് ആര്? ജി. അപ്പോൾ അതിന് പകരം ജി ടു ആർ മൈനസ് ബി. അപ്പോൾ ഇക്വേഷൻ എടുക്കുക, ബോക്സിലിടാം. ഓക്കെ, സോ അതെടുത്തിട്ട് നമ്മളൊരു നല്ല അടിപൊളി ബോക്സിലേക്ക് ഇട്ടുള്ളൂ. ഓക്കെ ഓക്കെ, എഴുതിയോ? നോട്ട് ചെയ്തോ? ഓക്കെ ഓക്കെ, ഹൈറ്റിന്റെ കേസിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ത് വരും? ഹൈറ്റിന്റെ കേസിലാണെങ്കിൽ ആർ എത്ര വരും? സ്മോൾ ലെറ്റർ ആർ വിൽ ബി ആർ പ്ലസ് എച്ച് ആയിരിക്കും. നേരെ വെച്ച് ഡെപ്തിന്റെ കേസിലാകുമ്പോൾ എന്തായി മാറും? എന്തായി മാറും? ആർ മൈനസ് ഡി ആയി മാറും. സോ യു ഷുഡ് നോട്ട് ദ ഡിഫറൻസ്. ഓക്കെ, ഡെപ്തിന്റെ കേസിൽ അത് ആർ മൈനസ് ഡി ആയി മാറും. സോ യു വിൽ ബി ഗെറ്റിംഗ് ജി ഡി ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു ആർ മൈനസ് ഡി ഡിവൈഡഡ് ബൈ ആർ മൈനസ് ഡി ഡിവൈഡഡ് ബൈ, അല്ലേ? ഞാൻ വെറുതെ ഒന്ന് വീണ്ടും ഇത് റീഅറേഞ്ച് ചെയ്യാണ്. ജി ഡി ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. ഓക്കെ, സോ ഇത് നമ്മളെ നേരത്തെ ബൈനോമിയൽ മറ്റേ പരിപാടിയൊക്കെ ചെയ്തിട്ടെല്ലാം കിട്ടുന്ന എന്താ കൺഫ്യൂഷൻ അല്ലേ? നേരത്തെ ഡെറിവേഷൻ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഇത് എവിടുന്ന് കിട്ടിയത് കൺഫ്യൂഷൻ ആണ്. നേരത്തെ ഡെറിവേഷൻ ക്രോസ് ചെക്ക് ചെയ്താൽ ജി ഡി ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ. ഓക്കെ, സോ ഇവിടെ നമുക്കൊന്നുകൂടി ഈക്വേഷനെ നേരത്തെ പോലെ ചെയ്യാം. ജി ഡി ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു എന്താ വരിക? 1 മൈനസ് ഡി ബൈ ഡി ഡെപ്താണ്, ആർ റേഡിയസ് ഓഫ് എർത്താണ്. ഓക്കെ, ഞാൻ ഇത് വെറുതെ റീഅറേഞ്ച് ചെയ്യാണ്. ജി ഡി ഈസ് ഈക്വൽ ടു ജി മൈനസ് ജി ഡി ബൈ ആർ വരും, അല്ലേ? ഓർ യു വിൽ ബി ഗെറ്റിംഗ് ജി ഡി മൈനസ് ജി ഹോൾ ഡിവൈഡഡ് ബൈ ജി, അല്ലേ? ജി ഡി മൈനസ്, സോറി മാറിപ്പോയി, ഇവിടെ എന്ത് വരൂ? ജി മൈനസ് ജി ഡി, അല്ലേ? ഹോൾ ഡിവൈഡഡ് ബൈ ജി സമം ബി ജി ബൈ, അല്ലേ? അല്ലെങ്കിൽ ഇത് നമ്മൾ ഡെൽറ്റ ജി എന്ന് പറയും. ഡെൽറ്റ ജി ബൈ ജി ഈസ് ഈക്വൽ ടു എന്ത് വരും? ഡെൽറ്റ ജി ബൈ ജി ഈസ് ഈക്വൽ ടു. സോ ഈ കേസിലും ഡെൽറ്റ ജി ബൈ ജി ഈസ് കോൾഡ് ആസ് ഫ്രാക്ഷണൽ ലോസ് ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, സോ ഫ്രാക്ഷണൽ ലോസ് ഓഫ് ഗ്രാവിറ്റി, ജി എച്ച് അല്ലെ ജി ഡി അല്ലെങ്കിൽ ജി ഡാഷ്, ഇങ്ങനെയൊക്കെ കുറെ ബുക്കിൽ ഉണ്ടാവും കേട്ടോ നൊട്ടേഷൻ. അപ്പൊ ഡി ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. ഈക്വേഷൻ പുറത്ത് വെക്കുക, നോട്ട് ചെയ്യുക. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, അപ്പോൾ പിടിയുമായാലും വരുന്നുണ്ട്. എൻ്റെ ഫോൺ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നിർത്താം. ഡെപ്തുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം, നമുക്ക് പെട്ടെന്ന് നിർത്താം. ഓക്കെ, സോ യു ക്യാൻ സ്റ്റാർട്ട് നോട്ട് ഇൻ ദ പ്രോബ്ലം. പക്ഷേ ഡെറിവേഷൻ എഴുതിയെടുത്തിട്ടില്ലായിരുന്നു, ഞാൻ മാറ്റിക്കളഞ്ഞ അപ്പക്കില്. എഴുതിയെടുത്തിരുന്നു എല്ലാവരും. ഒന്നുകൂടെ ആ പേജിലേക്ക് പോകണോ? ഒന്നുകൂടെ ഡെറിവേഷനിലേക്ക് പോകണോ? എഴുതി? ഓക്കെ ഓക്കെ, സോ പ്ലീസ് നോട്ട് next problem. നോക്കോ, the change in value of g at a height h above the surface of earth is the same as at a depth h period. h സർഫസ് മുകളിലാണ് ഒരു വസ്തു ഉള്ളത്. ഓക്കെ, അതിന്റെ ചേഞ്ച് ഇൻ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി എക്സ് ആഴത്തിലുള്ള ഒരു വസ്തു ഉണ്ട്. ഒരു വസ്തു വെള്ളത്തിന്റെ അടിയിൽ എക്സ് ആഴത്തിലാണ്, ഒരു വസ്തു ഭൂമിയുടെ മുകളിൽ എച്ച് അടി ഉയരത്തിലാണ്. ഈ രണ്ട് ഭാഗത്തും ചേഞ്ച് ഇൻ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി സെയിം എന്നാ പറയുന്നത്. The value of x will be എന്താണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ 4 ഓപ്ഷൻ ഉണ്ട്. എ സമം എച്ച്, ബി എക്സ് സമം 2h, സി എക്സ് സമം h/2, ഡി എക്സ് സമം h². ചെയ്ത് നോക്കൂ. നിങ്ങളെ ഇത് ഇപ്പത്തെ ആൻസർ ആണോ പറഞ്ഞത്? ആണോ? രണ്ട് സാധനവും സെയിം അല്ലെ? ജി എച്ച് ജി ഡി, ഈ രണ്ട് ഇക്വേഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ജി എച്ച് എന്തായിരുന്നു? ജി ഇൻറ്റു 1 മൈനസ് 2h/r പറഞ്ഞു തന്നിട്ടുണ്ട്.
ജി ഡി എന്തായിരുന്നു? ജി ഇൻറ്റു 1 മൈനസ് ടി ബൈ ആർ. ഇത് രണ്ടും സെയിം ആണെന്ന് പറഞ്ഞത്. ചേഞ്ച് ഇൻ വാല്യൂ ഓഫ് ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് h above the surface of earth ഈ സെയിം അല്ലേ, സെയിം ആസ് അറ്റ് എ ഡെപ്ത് എന്താ, സെയിം ആസ് അറ്റ് എ ഡെപ്ത് x കിലോമീറ്റർ. അപ്പൊ ഇയാളും എന്താ സെയിം ആണെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ജി എച്ച് ആയാലും ശരി ജി ഡി ആയാലും ശരി സെയിം. ജി ഇൻറ്റു 1 മൈനസ് 2h ബൈ ആർ സമം ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ ആയിരിക്കും. ഓക്കെ, അതായത് ഇത് രണ്ടും സെയിം ആണ്. ഓക്കെ, ഇനി ചെയ്ത് നോക്കൂ. നമുക്ക് ആരെല്ലാം കളയാം? ഇയാളെ ഈ രണ്ടെണ്ണത്തിന് നമ്മൾ അങ്ങ് കളഞ്ഞു. ഓക്കെ, സോ ഈ ഒന്നും പോയി അല്ലേ, ഈ മൈനസും പോയി. യു വിൽ ബി ഗെറ്റിംഗ് 2h by 12 is equal 12 അല്ല, സോറി 6 അല്ലേ. ഓക്കെ, 2h by r is equal to d by r. ഇതും പോയി അല്ലേ. t is equal to 2h നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇവിടെ നമുക്ക് ഡെപ്ത് എക്സ് ആയിട്ടാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ എക്സ് ഈക്വൽ ടു 2h ആണ് നമ്മുടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇതിലേക്ക് എത്തിയോ? ഓക്കെ, അപ്പോൾ ഓക്കെ, സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഗ്രാവിറ്റേഷനിൽ നോക്കിയത്. ഏകദേശം 15ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ രണ്ടൊന്നും കൂടി നോക്കി. ഏകദേശം ടോപ്പിക് എല്ലാം ഏകദേശം നിങ്ങൾക്ക് വേണ്ടത് കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്തു. ഓക്കെ, അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 2 ക്ലാസ് മര്യാദയ്ക്ക് കാണാം. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഗ്രാവിറ്റേഷൻ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുക. ഓക്കെ, എന്നിട്ട് ബാക്കി ടെക്സ്റ്റിലെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്ത് വെക്കുക. 2 വീഡിയോ ഇന്ന് തന്നെ ഒറ്റയടിക്ക് കണ്ടു തീർക്കുക. 2 മണിക്കൂർ 2 വീഡിയോ. ഓക്കെ, അത് കണ്ടതിന് ശേഷം നേരെ പ്രോബ്ലം ചെയ്യുക. ഒരു പകുതി ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു 2 ക്വസ്റ്റ്യൻ എങ്കിലും ഗ്രാവിറ്റേഷൻ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, എന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സോൾവ് ചെയ്യുക. സൂപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ നല്ല ഹൈ ലെവൽ പ്രോബ്ലംസ് ആണ്. ഇത്ര ലെവൽ കീമിന് വരാൻ ചാൻസ് ഇല്ല, പക്ഷെ നീറ്റിന് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്നെ ഏതെങ്കിലും സ്പെസിഫിക് സബ്ജക്റ്റിൽ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം. ഞാൻ എപ്പോഴും പറയാണ്, നിങ്ങൾക്ക് താല്പര്യമുള്ള എന്തെങ്കിലും ഒരു ഫിസിക്സ് ടോപ്പിക് ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് എന്നോട് റിക്വസ്റ്റ് ചെയ്യാം. ഞാൻ അതിൽ ക്ലാസ് എടുക്കുന്നതായിരിക്കും. എന്ത് ചെയ്തിട്ട് എൻ്റെ ക്ലാസ് മനസ്സിലാകുന്നുണ്ടോ, അങ്ങനെയാണെങ്കിലല്ലേ ഞാൻ ഇത് എടുക്കേണ്ട ആവശ്യമുള്ളൂ. എൻ്റെ ക്ലാസ് മനസ്സിലാണ്ട് മാത്രം റിക്വസ്റ്റ് ചെയ്തു. മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈവിട്ട് പോയ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ടോപ്പിക് എടുത്ത് വരിക, നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എന്നെ ഈ റെക്കോർഡിങ് കുറച്ച് കഴിയുമ്പോഴേക്കും റെഡിയായി വരും, പ്രോസസ്സ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഞാൻ ഇത് കുറച്ച് കഴിയുമ്പോൾ ഷെയർ ചെയ്യാം. ഓക്കെ, സോ ഹാവ് എ നൈസ് ഡേ. അടുത്ത ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.